السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. സഹോദരങ്ങളെ, അൽഹിദ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മൗലാന നജീബ് മൗലവിയുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തൗഹീദ് വിമർശിക്കുന്നതിന് വേണ്ടി സൗദി ഔഖാഫ് ഹാജിമാർക്കൊക്കെ കൊടുത്തുവിടുന്ന തൗഹീദ് എന്ന ഒരു കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ആ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. തൗഹീദിനെ മൂന്നായി വിഭജിക്കുന്നത് അദ്ദേഹം വിമർശിക്കുകയാണ്. ആ വിമർശനത്തിന് വേണ്ടി അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെ നിർവ്യാഖ്യാനിക്കുന്നു. വാസ്തവങ്ങളായ കാര്യങ്ങളെ അദ്ദേഹം വളച്ചൊടിച്ച് അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള വിശ്വാസത്തിന് അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില വേലകൾ നമുക്ക് കാണാം. ആദ്യം അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം. ഇവര് പഠിപ്പിക്കുന്ന തൗഹീദ് ഈ കൊച്ചു പുസ്തകം ഹറം ഷരീഫിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞു വരുന്ന എല്ലാ ഹാജിമാർക്കും വിതരണം ചെയ്യും. ഔഖാഫിന്റെ പേരിൽ വിസാറത്തു ശുഊനിൽ ഇസ്ലാമിയ വൽ ഔഖാഫ് വദ്ദഅവത്തിൽ ഇർഷാദ് വദ്ദഅവത്തി വൽ ഇർഷാദ് അൽ മംലക്കത്തുൽ അറബിയ സഊദിയ, സഊദി അറേബ്യയുടെ ഭരണകൂടത്തിന്റെ ഔഖാഫിന്റെ മന്ത്രാലയത്തിൽ നിന്ന് ഇസ്ലാമിക ദഅവത്ത് എന്ന പേരിൽ തൗഹീദ് ലിന്നാശിഅത്തി വൽ മുബ്തദീൻ, തുടക്കക്കാർക്ക് വേണ്ടി തൗഹീദ് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ എന്താ തൗഹീദ് എന്ന് പറഞ്ഞു നോക്കി. ലോകം കേൾക്കാത്ത ഹിജറ 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തീമിയ പറയുമ്പോൾ മാത്രം ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന തൗഹീദിന്റെ രണ്ട് വിഭജനം, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ. അതിന്റെ പുറമെ ഇപ്പോ വഹാബിസത്തിൽ ഒന്നുകൂടി വിഭജിക്കപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് അൻവാഉ തൗഹീദ്, തൗഹീദിന്റെ ഇനങ്ങൾ. അൻവാഉ തൗഹീദി സലാസ, തൗഹീദിന്റെ ഇനങ്ങൾ മൂന്നാകുന്നു. ഒന്ന് വഹിയ തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിലെ തൗഹീദ്. വ തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിന്റെ തൗഹീദും. വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ സിഫാത്തിന്റെ തൗഹീദ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിലെ 65-ാമത്തെ വചനം ഞാനത് വായിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ തൗഹീദ് 3 ഇനമാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യത്ത്, മറ്റൊന്ന് തൗഹീദ് ഉലൂഹിയ്യത്ത്, മൂന്നാമത്തെ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇത് പുതിയതല്ല. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 3 ഇനം തൗഹീദുകൾ കാണാൻ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. സൂറത്ത് മറിയമിന്റെ 65-ാമത്തെ വചനം റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ഭൂമി ആകാശങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹു. റബ്ബ് അല്ലാഹു. അപ്പൊ ഖാലിഖ് അല്ലാഹുവാണ്, മാലിക് അല്ലാഹുവാണ്, റബ്ബ് അല്ലാഹു. ഖാലിഖ് അല്ലാഹുവാണ്, മാലിക് അല്ലാഹുവാണ്, റബ്ബും അല്ലാഹുവാണ്. പിന്നെ പറയുന്നത് ഫഅബ്ദുഹു, അതുകൊണ്ട് നീ അവനെ ആരാധിക്കണം. വസ്തബിർ ലിഇബാദത്തിഹി, അല്ലാഹുവിനെ ആരാധിക്കുന്നത് ക്ഷമ കൈകൊള്ളണം. പിന്നെ പറയുന്നത് ഹൽ തഅലമു ലഹു സമിയ, അല്ലാഹുവിൻ്റെ നാമമൊത്ത, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള അല്ലാഹുവിൻ്റെ നാമങ്ങളെപ്പോലത്തെ നാമങ്ങളുള്ള ആരെയും നീ അറിയുമോ? മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹും, അതാണ് റബ്ബ് അല്ലാഹുവാണ്, മറ്റൊരാൾക്കും ഈ ലോകത്തിന്റെ നിയന്ത്രണത്തിൽ കൂറില്ല, റബ്ബ് മാത്രമാണ് എന്നതാണ് തൗഹീദുൽ റുബൂബിയ്യത്ത്. പിന്നെ പറയുന്നത് അവനെ നീ ആരാധിക്കണം. എന്നാൽ ഖാലിഖ് അവനാണ്, മാലിക് അവനാണ്, റബ്ബ് അവനാണ്, അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. അതാണ് തൗഹീദ് ഉലൂഹിയ്യത്ത്. പിന്നെ അള്ളാഹുവിന് സമമായി നാമമുള്ള വിശേഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നാമവിശേഷണങ്ങൾ അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം, അതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുന്നത്.
ഇത് പുതിയതല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. നിങ്ങൾ പറയുന്നത് ഒരേ ഒരു തൗഹീദാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രപഞ്ചലോകം നിയന്ത്രിക്കുന്നത് CM മടവൂര എന്ന് പറഞ്ഞത്. പ്രപഞ്ചലോകം നിയന്ത്രിക്കുന്നത് സ്രഷ്ടാവായിട്ടുള്ള അള്ളാഹു മാത്രം. അതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. നിങ്ങൾക്ക് ആ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ്, മായ വർഷിപ്പിക്കുന്നത് മൊയ്തീൻ ശേഖാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ മക്കാ മുശ്രിക്കുകൾ അങ്ങനെയല്ല. അവർക്ക് അന്നം നൽകുന്നത് ആര് എന്നവരോട് ചോദിച്ചാൽ, ആരാണ് പ്രപഞ്ചലോകത്തെ സൃഷ്ടിച്ചത്, ആരാണ് പ്രപഞ്ചലോകം നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവർ അള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിയാർ അതിന് പറയുന്ന ഒരു ദുർവ്യാഖ്യാനം എന്താ പറയുന്നത്, അവരെ തെറ്റായിട്ടുള്ള വിശ്വാസത്തിന് അരക്കിട്ടുറപ്പിക്കുന്നതിന് അദ്ദേഹം പറയുന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു, ആ ഭാഗത്ത് അവർക്ക് ശിർക്കുണ്ടായിരുന്നില്ല എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നത്. ഇബ്നു തൈമിയ്യ ചൊല്ലിക്കൊടുത്തത് അത് തന്നെ വഹാബിസവും പറയുന്നു. രണ്ടാമത്തെ തൗഹീദ്, അതിനെന്താ തെളിവ്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു പറയാൻ, ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് ഉത്തരം പറയും ഇവർ നിർബന്ധിതരായി എന്നല്ല പറഞ്ഞേ. ധ്യാനാർത്ഥ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയട്ടെ, അള്ളാന്റെ റസൂല് ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് മുശ്രിക്കീങ്ങളോട് മൻ ഖലഖസ് സമാവാതി വൽ അർള എന്ന് ചോദിച്ചതായോ, മുശ്രിക്കീങ്ങൾ അള്ളാഹു എന്ന് ഉത്തരം നൽകിയതായോ ഒരു ചെറിയ കൊച്ചു ചരിത്രം ഏതെങ്കിലും മൂക്ക് കീഴ്പോട്ടുള്ള വഹാബിക്ക് സുന്നികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെങ്കിലല്ലേ ഇതവർ സമ്മതിച്ചു എന്ന് പറയാ? ഇതെന്തെങ്കിലും നബി ഏതെങ്കിലും സദസ്സിൽ വെച്ച് ചോദിച്ചോ? ചോദിച്ചിട്ട് അള്ളാഹ് മുശ്രിക്കീങ്ങൾ ഉത്തരം പറഞ്ഞോ? അതെവിടെയും പറഞ്ഞിട്ടില്ല. വലഇൻ സഅൽതഹും, തങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും. നിർബന്ധിതരായിട്ട് അങ്ങനെ പറയുന്ന, ചോദിച്ചു എന്നുമില്ല പറഞ്ഞു എന്നുമില്ല. അത് തെളിയിക്കാൻ വഹാബി വകക്കോ ഒരു ബിദ്അത്തിന്റെ സംഘത്തിനും കഴിയുകയുമില്ല. നജീബ് മൗലാന പറയുന്നത് വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, ഭൂമി ആകാശങ്ങളെ ആര് സൃഷ്ടിച്ചുവെന്ന് ചോദിച്ചാൽ യഖൂലുന്ന, ഗത്യന്തരമില്ലാതെ അവർ പറയുന്ന. മുസ്ലിയാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞ ഈ ഗത്യന്തരമില്ലാതെ എന്ന ആ മലയാളത്തിന്റെ അറബി പദങ്ങളെന്ന് പറഞ്ഞത് ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും എന്നേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞതാ ഗത്യന്തരമില്ലാതെ പറയുന്ന. നിങ്ങൾ ഈ തെറ്റായ വിശ്വാസത്തിന്, മക്കാ മുശ്രിക്കുകൾക്ക് പ്രപഞ്ചലോകത്തിന്റെ സട്ടാവ് അള്ളാഹുവാണെന്ന വിശ്വാസമില്ല എന്ന നിങ്ങളെ തെറ്റായ വിശ്വാസത്തിന് അരക്കിട്ടുറപ്പിക്കാൻ ഖുർആനിൽ ഇല്ലാത്തത് നിങ്ങൾ കൂട്ടിച്ചേർത്തു. അവർക്ക് മാത്രമല്ല, പൂർവികരായിട്ടുള്ള അവിശ്വാസികൾക്കും മുശ്രിക്കുകൾക്കും ഒക്കെ പ്രപഞ്ചലോകത്തിന് ഒരു സട്ടാവുണ്ട്, അവൻ അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞത് അങ്ങനെ. വലൗ ശാ അല്ലാഹു ലഅൻസല മലായികതൻ മാ സമിഅനാ ബിഹാദാ ഫീ അബാഇനൽ അവ്വലീൻ. നൂഹ് നബിയുടെ ജനനം പറഞ്ഞ അങ്ങനെയാ. നൂഹ് ഇവനാരാ? വലൗ ശാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മലക്കൾ പറഞ്ഞേക്കൂലേ? അപ്പൊ അള്ളാഹ് ഉണ്ട് എന്ന വിശ്വാസമുണ്ട്, മലക്കളുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മുജാറെ ബദർ യുദ്ധം ഉണ്ടായ സമയത്ത് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബത വലാ തുഅബദു ഫിൽ അർളി അബദ, ഈ സംഘത്തിനെ നീ പരാജയപ്പെടുത്തിയാൽ ഭൂലോകത്ത് നിന്നെ ആരാധിക്കപ്പെടില്ലെന്നാ. അബൂജഹൽ എന്താ ബാധിച്ചത്? അഖ്തഖുനാലിർ റഹം, അല്ലാഹുവേ മുഹമ്മദ് കുടുംബ ബന്ധം തകർക്കുന്നവൻ. അതാന ബിമാലാ നഅരിഫു, ഞങ്ങൾ അറിയാത്ത തൗഹീദാവും കൊണ്ടുവന്നത്. അതുകൊണ്ട് കാലത്ത് അവനെ നീ നിലം പരിശാക്കണം, കൊന്നുകളയണം. അജുന അഹബ്ബ ഇലൈക് വാർദാ ഇൻദക്, ഞങ്ങളിൽ ആരാണോ നിനക്ക് ഇഷ്ടമെങ്കിൽ ഫൻസുർഹു ലൗം, അവനെ നീ ഇന്ന് സഹായിക്കണം. അബൂജഹൽ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചലോകത്തിന് ഒരു സട്ടാവ് ഉണ്ട് എന്ന വിശ്വാസമില്ലാതെ പിന്നെ എങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുക? പച്ചക്കള്ളം പറയരുതെന്ന് വിചാരം. നിങ്ങളെ തെറ്റായ വിശ്വാസം അത് നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഖുർആനിനെയും ഹദീസിനെയും വളച്ചൊടിക്കുന്ന രീതി നിങ്ങൾ അവസാനിപ്പിക്കണം.
ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് ഖുർആൻ സുന്നത്തിലേക്ക് മടങ്ങുക. അള്ളാഹു നിങ്ങൾക്കതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.